രാവിലെയായി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ, വിശേഷങ്ങൾ, കാണേണ്ട കാഴ്ചകൾ, അറിയേണ്ട വാർത്തകൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് രാവിലെ തുടങ്ങുകയാണ്. ആദ്യം നമുക്ക് നമ്മുടെ ചുറ്റും എന്തൊക്കെ നടക്കുന്നു എന്നറിയാം. നാട്ടിൽ എന്തുണ്ട്? മലപ്പുറം ഊർങ്ങാട്ടേരിയിൽ കാട്ടാന കിണറ്റിൽ വീണു. കൂറങ്കല്ല് സണ്ണിയുടെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് കാട്ടാന വീണത്. വനം വകുപ്പും പോലീസും രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. ഒപ്പം VK ജിഷാദും മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി. അനീഷ്, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് ഈ ആന വീണത്? ആ കിണറിന്റെ ഒരു പ്രത്യേകത, ഇതിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ എത്രത്തോളം ദുഷ്കരമാണ്? അങ്ങനെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, പുലർച്ചയോടുകൂടിയാണ് ആന കിണറ്റിൽ വീണിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ ജനവാസ മേഖലയിലും മറ്റുമൊക്കെ ആക്രമണം നടത്തുന്ന അല്ലെങ്കിൽ നാശനഷ്ടം വരുത്തുന്ന കഥകളാണ് നമ്മൾ അടുത്തിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ജനവാസ മേഖലയിൽ തന്നെ ഒരു സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിലാണ് ഇപ്പോൾ ആന വീണിരിക്കുന്നത്. ഇത് മലപ്പുറം ഊർങ്ങാട്ടേരി എന്ന സ്ഥലമാണ്. അരീക്കോടിനോട് ചേർന്ന സ്ഥലമാണ്. വനമേഖലയോട് അടുത്ത സ്ഥലം തന്നെയാണ്. ഇവിടെ ഒരു കൃഷിയിടത്തിലാണ് ഈ കിണർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ആന വീഴുകയായിരുന്നു. വനംവകുപ്പും പോലീസും ചേർന്ന് ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ സ്ഥലത്തേക്ക് എത്തുകയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ താഴ്ചയില്ലാത്ത ഒരു കിണറാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അധികം വെള്ളവുമില്ല. അതുകൊണ്ട് തന്നെ വലിയ താമസമില്ലാതെ പക്ഷേ ആനയെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് അധികൃതർക്കുള്ളത്. വന്യമൃഗ ശല്യം നിരന്തരം നേരിടുന്ന ഒരു മേഖലയാണിത്. പലപ്പോഴും ജനവാസ കേന്ദ്രത്തിലേക്ക് ആന ഇറങ്ങി വലിയ നാശനഷ്ടം വരുത്തുന്ന ഒരു മേഖലയും കൂടെയാണ്. ഒരുപക്ഷെ കൂട്ടമായി കാട്ടാനകൾ ഈ സ്ഥലത്തേക്ക് എത്തി അവിടെ നിന്നും മടങ്ങിയപ്പോൾ അബദ്ധത്തിൽ ഒരു ആന കാൽവഴുതി ഈ കിണറ്റിലേക്ക് വീണതാവാം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കുടിവെള്ളമടക്കമുള്ള ആവശ്യത്തിനേക്ക് ഉപയോഗിക്കുന്ന കിണറല്ല ഇത്. കൃഷി ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കിണറാണ്. ഈ കിണറിന് ആൾമറ, അതായത് ചുറ്റുമതിൽ ഇല്ലാഞ്ഞതുകൊണ്ട് തന്നെ ആവും ഒരുപക്ഷെ അബദ്ധത്തിൽ ആന കിണറ്റിലേക്ക് വീണെന്ന ഒരു നിഗമനത്തിലാണ് ഉള്ളത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം എത്തി ഈ ആനയെ കരക്കെത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രീജ, അനീഷ്, കുറച്ചുനാൾ മുൻപ് നമ്മൾ ഇതുപോലെ സമാനമായ ഒരു ദൗത്യമൊക്കെ കണ്ടിരുന്നു. ഇതിന്റെ ഒരു ആഴമൊക്കെ വെച്ച് എത്രത്തോളം സമയം ആനയാണ് പുറത്തേക്ക് കയറ്റിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അങ്ങനെ ആ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത, ഈ കിണർ അധികം ആഴമുള്ളതല്ല എന്ന് പറയുമ്പോഴും ഈ ആനയെ പുറത്തെത്തിക്കുക എന്നുള്ളതൊരു ശ്രമകരമായ ദൗത്യമാണല്ലോ. തീർച്ചയായും അങ്ങേയറ്റം ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. കാരണം ആനയെ മുകളിലേക്ക് എത്തിക്കാൻ അത് സ്വന്തം നിലയിൽ കയറി വരാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആനയെ പുറത്തെത്തിക്കുന്ന ഒരു ശ്രമകരമായ ദൗത്യം തന്നെയാണ്. നമ്മൾ കോതമംഗലത്തും മറ്റുമൊക്കെ ഈ രീതിയിൽ കണ്ടതാണ്. ഇത്തരത്തിൽ ആനയെ പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ഒരുപക്ഷെ കുങ്കി ആനകളുടെയും മറ്റുമൊക്കെ സഹായം തേടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ സ്വന്തം നിലയിൽ കയറി വരാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല ആന എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങളും മറ്റുമൊക്കെ ഉപയോഗിച്ച് മറ്റ് കുങ്കിയാനയുടെ സഹായത്തോടെ വലിച്ചു കയറ്റുന്ന പോലുള്ള രീതികളിലേക്ക് അധികൃതർക്ക് കടക്കേണ്ടി വരും. എന്തായാലും എല്ലാ സാധ്യതകളും അധികൃതർ പരിശോധിച്ച് വരികയാണ്. ശരി അനീഷ്, ഇപ്പോൾ ഓടക്കയം ഗ്രാമപഞ്ചായത്ത് മെമ്പറായ ശ്രീ ജിനേഷ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജിനേഷ്, ഇത് ചെറിയ കിണറാണെന്നൊക്കെ അറിയുന്നു. അവിടെ നിന്ന് താങ്കൾക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് എത്രത്തോളം ആഴമുണ്ട്? ഈ ആന നല്ല ഊർജ്ജസ്വലനായി ഇരിക്കുന്നുണ്ടോ? ഇതിനെ രക്ഷിക്കാനുള്ള ദൗത്യം ഇപ്പൊ എങ്ങനെയാണ് നടക്കുന്നത്? നമസ്കാരം. പിന്നെ ആന കുഴപ്പമൊന്നുമില്ല. കണ്ടിട്ട് രാത്രിയായിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒറ്റ നോട്ടത്തില് കുഴപ്പമൊന്നും കണ്ടില്ല. എണീറ്റ് നിൽക്കുന്നുണ്ട്. ഊർജ്ജസ്വലനാണ്, കുഴപ്പമൊന്നുമില്ല. ഏകദേശം ഒരു 8 മീറ്ററോളം ആഴമേ ഉള്ളൂ അതിന് കിണറിന്. ഇത് ഈ കുറച്ച് കാടുമായിട്ടൊക്കെ ചേർന്ന സ്ഥലമാണ്. പക്ഷെ ഇതിപ്പം ആളുകളൊക്കെ നല്ലവണ്ണം താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഒരു പുരയിടം, ഇപ്പൊ ഈ ആന വീണിട്ടുള്ള പുരയിടം എങ്ങനെയാണ്? ഈ ആനകളോ അല്ലെങ്കിൽ വന്യമൃഗങ്ങളൊക്കെ വരുന്ന ഒരു സ്ഥലം തന്നെയാണോ ഇത്? വന്യമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആനയാണ് പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ കാട്ടുപന്നീന്റെ ഒരു ബുദ്ധിമുട്ടുള്ളത്. പിന്നെ കുരങ്ങ്, അങ്ങനെയുള്ള മൃഗങ്ങൾ ഇവിടെ എത്താറുള്ളൂ. അപ്പം കുറച്ചു നാളുകളായിട്ട് ആണ് ഈ കാട്ടാന ശല്യം വ്യാപകമാണ് ഈ മേഖലയിൽ.
വ്യാപകമായിട്ട് കൃഷി നശിപ്പിക്കുന്നുണ്ട്. ഏക്കർ കണക്കിന് കൃഷിയാണ് കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് നശിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ നിരന്തരം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരാതിയും നിവേദനവും അതുപോലെ സമര പരിപാടികളും ഒക്കെ നടത്തിയിരുന്നു. പിന്നെ DFO കഴിഞ്ഞ മാസം ഈ മേഖല തന്നെ, ഈ ആന വീണ ഈ മേഖല തന്നെ സന്ദർശിച്ച് പോയതാണ്. അവിടെ ഹാങ്ങിങ് ഫെൻസിങ് അടക്കമുള്ള മറ്റ് സംവിധാനങ്ങൾ ചെയ്യാമെന്ന് ഉറപ്പ് തന്നിട്ടുമുണ്ട്. അതിനിടയിലാണ് ഇപ്പൊ ആനകൾ ഇങ്ങനെ കൂട്ടത്തോടെ ഇറങ്ങുന്നത്. 7 ആനകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഈ മേഖലയിൽ. പകൽ സമയത്തും അതിനെ നമുക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലായിരുന്നു. ഇപ്പോ സ്ഥിരമായിട്ട് ഈ ഫോറസ്റ്റ് മേഖലയിൽ വെള്ളം കുറവുള്ള സമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, പുഴ സൈഡിലേക്ക് വന്നിട്ട് വെള്ളം കുടിക്കാനും മറ്റുമൊക്കെ ആയിട്ടാണ് സ്ഥിരമായിട്ട് വരുന്നതെന്ന് തോന്നുന്നു. അപ്പോ ഈ 2 ആനകളാണ് ഇപ്പൊ സ്ഥിരമായിട്ട് ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സ്ഥിരമായിട്ട് വരുന്നുണ്ട്. ഓരോ മേഖലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി സ്ഥിരമായിട്ട് 2 ആനകൾ വരുന്നുണ്ട്. അതില് ഇപ്പൊ നാട്ടുകാരും ഫോറസ്റ്റുകാരും ഒക്കെ കൂടിയിട്ട് ഓടിച്ച് ഈ ഫോറസ്റ്റിലേക്ക് തന്നെ കയറ്റിവിടുന്ന രീതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിലിപ്പോ ഈ ആനയും കിണറ്റിൽ വീഴാനുള്ള സാഹചര്യം അത് തന്നെയാണ്. ഇപ്പൊ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്? അവിടെ എല്ലാവരും ഉണ്ടോ? ഫോറസ്റ്റിന്റെ ഒക്കെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ളവരുണ്ടോ? എങ്ങനെയാ നടക്കുന്നത് ഇപ്പോ? അല്ല, ഫോറസ്റ്റുകാര് ശരിക്കും പറഞ്ഞാല് ആനയെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിളിച്ചതായിരുന്നു ഇന്നലെ രാത്രി. സാധാരണഗതിയിൽ അങ്ങനെ വിളിക്കാറുണ്ട്. ആനയെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഞങ്ങള് ഫോറസ്റ്റ് അതുപോലെ നിലമ്പൂർന്ന് RRC സംഘങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടാണ് ആനയെ ഓടിച്ച് കയറ്റി വിടാറുള്ളത്. അതുപോലെ തന്നെ ഇന്നലെയും ഇവരെ ഞങ്ങൾ വിവരം അറിയിച്ചു. അവര് പാതി വഴി എത്തിയപ്പോ തന്നെ ആന കിണറ്റിൽ വീണ വിവരം ഞങ്ങൾ അവരെ അറിയിച്ചു. അതായത് ഓടിക്കുന്നതിനിടയിലാണോ അത് കിണറ്റിൽ വീണത്? പടക്കം പൊട്ടിക്കും. ഞങ്ങള് ഈ ആനയാണോന്നറിയില്ല, 2 ആനകളാണ് ഉള്ളത്. ഒരാനയെ ഓടിച്ച് വേറെ ഭാഗത്തേക്ക് കയറ്റി വിട്ടു. ഇത് വേറൊരു ഓടിച്ചു വിട്ടതിന്റെ മറ്റൊരു ഭാഗമാണ്. അവിടെ ചിലപ്പോൾ കൂടത്തിലുണ്ടായിരുന്ന ആനയായിരിക്കാം, അത് കിണറ്റിൽ വീഴുകയുണ്ടായത്. ശരി, ഇപ്പം എന്താ ചെയ്യുന്നത്? ഈ സമയത്ത് നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് വെളിച്ചത്തിന്റെ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കാണുമല്ലോ ഇത്രയും നേരം. ഇപ്പൊ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്? ഇല്ല, രക്ഷാപ്രവർത്തനം ഒന്നും ആയിട്ടില്ല. അത് ഫോറസ്റ്റ് അധികൃതർ അവരുടെ ചില കാര്യങ്ങളുണ്ടല്ലോ, നിയമപരമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് അവര് ചെയ്യുള്ളൂ. തൽക്കാലം കരക്ക് കയറ്റാനുള്ള കാര്യങ്ങളൊന്നും ആയിട്ടില്ല. എന്തായാലും കരക്ക് കയറ്റും. അതിനിപ്പോ നാട്ടുകാരെ ആവശ്യം എന്ന് പറഞ്ഞാൽ കരക്ക് കയറ്റി ഇവിടെ തന്നെ വിടാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇവിടുന്ന് മറ്റു കൊങ്കിയാനയോ മറ്റോ മയക്കുപൊടിയൊക്കെ വെച്ചിട്ട് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ഈ ആന ഇനി ഇങ്ങോട്ട് എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതിനിപ്പം കയറ്റി JCB കൊണ്ട് മണ്ണ് മാറ്റി കയറ്റി വിടാവുന്നേ ഉള്ളൂ. പക്ഷെ ഇത് ജനവാസ മേഖലയാണ്. ഇവിടെ തന്നെ കയറ്റി വിട്ടാല് നാളെയും ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് ഇവിടെ തന്നെ ഇതിന് തുറന്നു വിടരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ശരി, അല്ല ഇനിയിപ്പോ ഇവിടെ തന്നെ തുറന്നു വിടാനുള്ള നീക്കങ്ങൾ നടക്കുകയാണെങ്കിൽ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്യും. ശരി, ജിനേഷാണ് വിവരങ്ങൾ നൽകിയത്. ഓടക്കയം ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. ഇന്നലെ രാത്രി ഈ ആന ഇറങ്ങിയതിനെ തുടർന്ന് ഇവർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിരുന്നു. ആനയെ ഓടിച്ചു വിടാൻ പടക്കം പൊട്ടിച്ചിരുന്നു. പക്ഷേ മറ്റൊരു ഭാഗത്ത് ആ സമയത്ത് തന്നെ ഈ ആന ഈ കിണറ്റിൽ പെടുകയായിരുന്നു. കിണർ അധികം ആഴമില്ലാത്തതായതിനാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. എന്തായാലും ആനയെ കരയ്ക്ക് കയറ്റുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്നതാണ് അവിടെ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അനീഷ് കുമാർ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അനീഷ്, ഈ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങുന്നത് ഇപ്പോൾ സ്ഥിരം സംഭവമായി മാറിയിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ വെള്ളം കിട്ടാതെ ആയി തുടങ്ങിയിട്ടുണ്ടാകും, വെള്ളം തേടിയൊക്കെ ഇറങ്ങുന്നതാവും. പക്ഷെ ഇപ്പോൾ ജിനേഷൊക്കെ പറയുന്നത് ആ ഭാഗത്ത് സ്ഥിരം ആന വരുന്നുണ്ട്, ഇത് തടയണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു, അതിനുള്ള കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു സമയത്താണ് ഈ മേഖലയൊക്കെ എത്രത്തോളം ഇങ്ങനെ കാട്ടാന ഉൾപ്പെടെ ഇറങ്ങുന്ന മേഖലയാണ്? ഈ ഒരു സ്ഥലം, പുരയിടത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ശ്രീജ, എന്തായാലും ഈ വേനൽക്കാലം എത്താൻ പോകുന്നു. ഏതാണ്ട് ഫെബ്രുവരിയോട് അടുക്കുന്നു. ഇനിയിപ്പോൾ വലിയ ചൂടിലേക്ക് സംസ്ഥാനം നീളുന്ന ഒരു സാഹചര്യമാണ്. കാടുകളിലും ഈ രീതിയിൽ തന്നെയുള്ള വലിയ താപനിലയിൽ വർധനവുണ്ടാകും. അതുകൊണ്ട് തന്നെ ജലാശയങ്ങളൊക്കെ പൂർണ്ണമായും വറ്റിക്കഴിയുമ്പോൾ ഈ വെള്ളം തേടിയും ഭക്ഷണം തേടിയും ഒക്കെ ആനകളും മറ്റു വന്യജീവികളും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു കാലം കൂടിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷവുമൊക്കെ ഈ മാസങ്ങളിൽ വലിയ വന്യജീവി ശല്യമാണ്
സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേരിട്ടത്. പ്രത്യേകിച്ചും വയനാട് പോലുള്ള ഇടങ്ങളിൽ, ഇടുക്കി പോലുള്ള ഇടങ്ങളിലൊക്കെ നിരവധി സംഭവങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. അടുത്ത കാലത്തും വിവിധ ഇടങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കാട്ടാനക്കൂട്ടവും മറ്റുമൊക്കെ എത്തുന്ന നിരവധി സംഭവങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. നേരത്തെ പഞ്ചായത്ത് മെമ്പർ തന്നെ പറഞ്ഞതനുസരിച്ച് നോക്കിയാൽ ഈ അടുത്ത കാലത്തായി വലിയ കൂട്ടമായി ആനകൾ ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ചും വെള്ളം കുടിക്കാനായാണ് പലപ്പോഴും ഈ ആനകൾ എത്തുന്നത്. അവ ജനവാസ കേന്ദ്രങ്ങളിൽ അടുത്തും ജനവാസ കേന്ദ്രങ്ങളിലുമൊക്കെ ഈ കുടിക്കാൻ പര്യാപ്തമായ കുളങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കിണറുകളോ മറ്റൊക്കെ പലപ്പോഴും കണ്ടെത്തുന്ന സാഹചര്യമുണ്ട്. നാട്ടുകാർക്ക് വലിയ ശല്യമാണ്, വലിയ തലവേദനയാണ് ഈ കാട്ടാനക്കൂട്ടങ്ങൾ സൃഷ്ടിക്കുന്നതും. മെമ്പർ പറഞ്ഞതുപോലെ തന്നെ പടക്കം പൊട്ടിച്ചും മറ്റുമൊക്കെയാണ് പലപ്പോഴും ഈ ആനകളെ തുരത്താൻ നാട്ടുകാർ സ്വന്തം നിലയിലുള്ള ശ്രമങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യുന്നു. അത്തരം ഒരു ശ്രമത്തിനിടയിലാവാം ഈ ആന ഈ കുളത്തിലേക്ക് അല്ലെങ്കിൽ ഈ കിണറ്റിലേക്ക് വീണത് എന്ന് തന്നെയാണ് മെമ്പറും നേരത്തെ വ്യക്തമാക്കിയത്. ഒരുപക്ഷെ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തന്നെ ഈ പ്രദേശത്ത് സ്ഥിരമായി എത്തുന്ന 2 ആനകൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. അതിൽ ഒരു ആനയാവണം വീണത് എന്ന ഒരു നിഗമനത്തിലേക്കും ഒരുപക്ഷെ എത്തേണ്ടി വരും. എന്തായാലും വലിയ താഴ്ചയില്ലാത്ത ഒരു കിണറാണ് എന്നാണ് പ്രദേശവാസികൾ തന്നെ പറയുന്നത്. അതുകൊണ്ട് പല രീതിയിലും ആനയെ പുറത്തെത്തിക്കാൻ കഴിയും. കാരണം ഈ ഒരു വീടിനോട് ചേർന്നുള്ള കിണറല്ലാത്തതുകൊണ്ട് തന്നെ, വലിയ ആഴത്തിലുള്ള ഒരു കിണറല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു വശം ഇടിച്ച് മാറ്റിയാൽ ഈ JCB മറ്റും ഒക്കെ ഉപയോഗിച്ച് അവിടുത്തെ മണ്ണ് നീക്കി ആ പ്രദേശം ഒന്ന് നേരെയാക്കി കൊടുത്താൽ ആനയ്ക്ക് തിരിച്ചു പോരാൻ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും. പക്ഷെ അങ്ങനെ എത്തുമ്പോഴും ജനക്കൂട്ടവും ആളുകളും മറ്റൊക്കെ എത്തുമ്പോൾ ആന ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് മയക്കുവെടി വെച്ച് ഈ കുങ്കിയാനകളുടെയൊക്കെ സഹായത്തോടെ കൊണ്ടുപോകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പദ്ധതി വനംവകുപ്പ് ആവിഷ്കരിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. എന്തായാലും ഈ മയക്കുവെടി മറ്റും വെക്കുന്നതിനുള്ള ഒരു അനുമതിയൊന്നും വളരെ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയില്ല എന്നാണ് നമുക്കറിയുന്നത്. എന്താന്ന് വെച്ചാൽ ഇത് ജനവാസ കേന്ദ്രത്തിൽ അങ്ങനെ നാശം വിതയ്ക്കുകയോ മനുഷ്യജീവനോ മറ്റുമൊക്കെ ദോഷം വരുത്തുന്ന ഒരു പ്രവൃത്തിയൊന്നും ഈ ആനയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കുങ്കിയാനയെ കൊണ്ടുവന്ന് ആനയെ തളച്ച് പുറത്തേക്ക് മാറ്റുന്നുള്ള ഒരു നീക്കമാകും ഒരുപക്ഷെ അധികൃതരുടെ ഭാഗത്തൊന്നും ഉണ്ടാവുക. അതിനുള്ള ശ്രമങ്ങളാവും ഉണ്ടാവുക. പഞ്ചായത്ത് മെമ്പർ തന്നെ പറഞ്ഞ വാക്കുകളനുസരിച്ച് നിലവിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിട്ടില്ല. എന്ത് മാർഗം ഇവിടെ പ്രയോഗിക്കണം എന്ന കാര്യത്തിൽ വനംവകുപ്പ് വൈകാതെ ഒരു തീരുമാനത്തിലേക്ക് എത്തും. ചെയ്യാം. അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കൂരാങ്കല്ല് സണ്ണി എന്നയാളുടെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് ഇന്നലെ രാത്രി കാട്ടാന വീണത്. ഈ ഭാഗത്ത് ഊർക്കാട്ടേരി ഭാഗത്ത് സ്ഥിരം കാട്ടാന ഇറങ്ങുന്നുണ്ട്. നാട്ടുകാർ ഈ വിഷയത്തിൽ പരാതിയുമായി അധികൃതരെയൊക്കെ സമീപിച്ചിരുന്നു. ഇതിനിടയിലാണ് ഇന്നലെ രാത്രി ഈ കൃഷിയിടത്തിൽ കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അധികം ആഴമില്ലാത്തൊരു കിണറാണ്. ആ കിണറ്റിലേക്ക് ഈ കാട്ടാന വീണത്. വലിയ രീതിയിൽ പ്രശ്നങ്ങളില്ലാതെ രക്ഷാപ്രവർത്തനം നടത്താമെന്ന് പറയുമ്പോഴും നാട്ടുകാർക്ക് ഒരുപാട് ആശങ്കകളുണ്ട്. ഈ ആനയെ അവിടെ നിന്ന് കയറ്റി വിട്ടാലും വീണ്ടും ഇത് തിരിച്ചെത്തും എന്ന രീതിയിലൊക്കെ ഭീതിയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു നടപടി, ആ ആശങ്ക പരിഹരിക്കുന്ന രീതിയിലുള്ളൊരു നടപടിയാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ആവശ്യപ്പെടുന്നത്. രക്ഷാപ്രവർത്തനത്തിലേക്ക് കാര്യമായി കടക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം വനം വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട അനുമതികളും കാര്യങ്ങളും ഒക്കെ കിട്ടണം. ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ചുകൂടി നേരം വെളുത്താലായിരിക്കും രക്ഷാപ്രവർത്തനങ്ങളിലേക്ക് ഊർജിതമായി കടക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും കഴിയുന്നത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോയ ശേഷം ഇവിടേക്ക് തന്നെ തിരിച്ചു വരാം. അവിടെ അല്പസമയം കഴിയുമ്പോഴേക്കും കാര്യമായി തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കും. അപ്പോഴത്തേക്ക് നമുക്ക് മടങ്ങിയെത്താം. പാലക്കാട് കപ്പൂരിൽ നിന്നുമുള്ളത് ഇതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യം സംബന്ധിച്ചൊരു വാർത്തയാണ്. കാട്ടുപന്നികളുടെ വിഹാരം ഇവിടെ ബൈക്ക് യാത്രികരുടെ ജീവന് തന്നെ ഭീഷണിയാവുന്നു. കഴിഞ്ഞ ദിവസം കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പാലക്കാട് കപ്പൂരിൽ വീട്ടിലേക്ക് വരികയായിരുന്ന കുമരനല്ലൂർ കള്ളിക്കുന്ന് സ്വദേശി ഷമീർ സഞ്ചരിച്ച ഇരുചക്ര വാഹനത്തിലാണ് കാട്ടുപന്നി വന്നിടിച്ചത്. നിയന്ത്രണം തെറ്റിയ വാഹനം റോഡിലേക്ക് മറിഞ്ഞു വീണു. വീഴ്ചയിൽ ഷമീറിന്റെ ദേഹമാസകലം ചതവും പരിക്കുകളും സംഭവിച്ചിട്ടുണ്ട്. ഷമീർ ആശുപത്രിയിൽ ചികിത്സ തേടി. തിരിയുമ്പോൾ നേരെ ഓപ്പോസിറ്റിൽ നിന്ന് ഈ ഒരു സാധനം പാസ് ചെയ്തു. ഈ പാസ് ചെയ്ത പാട് എനിക്ക് പെട്ടെന്ന് വണ്ടി വെട്ടിക്കേണ്ടി വന്നു. വെട്ടിച്ചാൽ വണ്ടി മറിയും ചെയ്ത് പിന്നെ മേലാകെ മൂടിയാവും ചെയ്തു. പിന്നെ ഈ പന്നി എന്ന് പറഞ്ഞ സാധനം ഡയറക്റ്റായിട്ട് നേരെ അപ്പുറത്തെ പറമ്പിലേക്കാണ് പോയിരിക്കുന്നത്. ഈ കാണുന്ന പറമ്പിൽ ഉണ്ട് സാധനം ഉണ്ട്. അത് ഈ രാത്രി 10:30 മണിക്ക് 11 മണിക്ക് കാണാം
ഒച്ചപ്പാടും കൂടി ഉണ്ടാക്കിയിട്ട് പോകും. അപ്പോൾ ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ സാധനത്തിനെ കാണാം. പിന്നെ ഒറ്റക്കുള്ളതുകൊണ്ട് നമുക്ക് അവരെ ഓടിക്കാൻ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ നമുക്കൊരു പാകമില്ല. മുൻകാലങ്ങളിൽ രാത്രി മാത്രമായിരുന്നു കാട്ടുപന്നികളുടെ ശല്യം. എന്നാൽ നാട്ടിൽ തന്നെ കഴിയാൻ തുടങ്ങിയതോടെ ഇവയ്ക്ക് മനുഷ്യരെ പേടിയില്ലാതായി. പകൽ സമയങ്ങളിലും കാട്ടുപന്നികൾ കൂട്ടമായാണ് ജനവാസ മേഖലയിൽ എത്തുന്നത്. ഇതോടെ ഭീതിയോടെയാണ് നാട്ടുകാർ പുറത്തിറങ്ങുന്നത്. ന്യൂസ് 18 പാലക്കാട്. ഇടുക്കി അപ്പർ ചെങ്കുളം വൈദ്യുതി പദ്ധതിക്കായുള്ള ടണൽ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ രംഗത്ത്. ഉഗ്രസ്ഫോടനത്തോടെ ഇവിടെ പാറ ഖനനം നടത്തുന്നത് മൂലം ഈ പ്രദേശത്ത് ജീവിക്കാനാവാത്ത സാഹചര്യമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വെള്ളത്തൂവൽ എൽക്കുന്ന് നിവാസികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പർ ചെങ്കുളം പദ്ധതിക്കായി വൻ മലയ്ക്ക് കുറുകെയാണ് ടണൽ നിർമ്മിക്കുന്നത്. മേഖലയിലെ പാറ തുരന്ന് ടണൽ നിർമ്മിക്കുന്നതിനായി മാസങ്ങളായി ഖനനം നടക്കുന്നുണ്ട്. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിൽ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് പാറ പൊട്ടിക്കുന്നതെന്നും ഉഗ്രസ്ഫോടനത്തോടെ തുടർച്ചയായി പാറ പൊട്ടിക്കുന്നത് മൂലം നിരവധി വീടുകൾക്ക് വിള്ളലേറ്റെന്നും നാട്ടുകാർ പറയുന്നു. വീടുകൾക്ക് മുകളിൽ കല്ലുകൾ പതിച്ച സംഭവമുണ്ട്. ആളുകൾ വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് കല്ലുകൾ ഇങ്ങനെ ചെതറി വീടുകളുടെ മേളിലേക്ക് ചെന്ന് വീണു. ഇവിടെ താഴെ 2-3 വീടിന്റെ മേളിലേക്ക് കല്ലുകൾ വന്ന് വീഴുകയും ഷീറ്റിട്ട് വീടുകളുടെ ഷീറ്റുകൾ പൊട്ടിത്തകർന്ന് വീഴുകയും അവിടെ നിന്ന് ആളുകൾ അത്ഭുതകരമായിട്ടാണ് സത്യത്തിൽ രക്ഷപ്പെട്ടു പോയത്. കാരണം ഈ കല്ല് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ദേഹത്താണ് വീഴുന്നതെങ്കിൽ അവിടെ മരണം തന്നെ സംഭവിക്കും. ഉഗ്രശബ്ദത്തിലുള്ള സ്ഫോടനം മൂലം വീട്ടിലിരിക്കാൻ പോലും ആകാത്ത സാഹചര്യമാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പെരക്കാതിരിക്കാൻ പോലും പേടിയായി. ഈ വീട് വെടിവെക്കുമ്പോൾ തന്നെ ഞങ്ങൾ പെരക്കാത്തുനിന്ന് ഓടി ഇറങ്ങി പോവുകയാണ്. ഇതെപ്പോഴായി ഉരുണ്ട് തലയിലേക്ക് വീഴുന്ന അറിയത്തില്ല. അതുപോലത്തെ രീതിയിലുള്ള ഒടുക്കമാണ് ഞങ്ങൾക്ക് സംഭവിക്കുന്നത്. ഒരേ സമയം നിരവധി സ്ഫോടനങ്ങൾ നടത്തുന്നത് ഒഴിവാക്കണമെന്നും ഖനനത്തിന് ആധുനിക മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടിട്ടും കരാറുകാർ നടപടി സ്വീകരിച്ചിട്ടില്ല. പദ്ധതിക്ക് എതിരല്ലെന്നും എന്നാൽ പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പുവരുത്താൻ ഇടപെടലുണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറം ജില്ലയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന 6 വരി പാതയുടെ വിവിധ ഭാഗങ്ങളിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ പോവുകയാണ് ദേശീയപാത അതോറിറ്റി. ഇതുമായി ബന്ധപ്പെട്ട് ദേശീയപാത പ്രോജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് നൽകി. 6 വരി പാത നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങളിലും സർവീസ് റോഡുകളെ ബന്ധിപ്പിക്കാൻ 6 വരി പാതയ്ക്ക് കുറുകെ നിർമ്മിച്ച മേൽപാതകളിലും അടിപ്പാതകളിലും വാഹനങ്ങൾ നിർത്തുന്നത് തടയാനാണ് നിർദ്ദേശം. ഇത്തരം വാഹനങ്ങൾക്കെതിരെ അതത് സ്ഥലങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിലായിരിക്കും നടപടി സ്വീകരിക്കുക. ദേശീയപാതയ്ക്കായി ഏറ്റെടുത്ത 45 മീറ്റർ വീതിയിൽ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. ഇത്തരത്തിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ കണ്ടെത്തി പിഴ ഈടാക്കാനാണ് നിർദ്ദേശം. ആദ്യ നടപടി എന്നുള്ള രീതിയിൽ ആ വാഹനങ്ങളുടെ നമ്പർ ഇട്ട് അവർക്ക് ഫൈൻ ഇട്ടുകൊണ്ട് നോട്ടീസ് വാഹനത്തിന്റെ മുകളിൽ തന്നെ പതിക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. തുടർന്ന് ഫൈൻ അടക്കേണ്ടി വരും. ഇതിന് അല്ലെങ്കിൽ വാഹനങ്ങൾ ഏറ്റെടുക്കുന്ന നടപടി സ്വീകരിക്കേണ്ടി വരും. നാളെ മുതൽ തന്നെ നടപടി ആരംഭിക്കുകയാണ്. ഉളപ്പുറത്തൊക്കെ ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ നിർത്തിയിടുന്ന വാഹനങ്ങൾ പലതും രാത്രിയിലാണ് കൊണ്ടുപോകുന്നത്. ഇത് ദേശീയപാത നിർമ്മാണത്തെ ബാധിക്കുന്നതായും ഉത്തരവിൽ പറയുന്നുണ്ട്. മാർച്ച് 31-നകം പുതിയ പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കി കരാർ കമ്പനി ദേശീയപാത അതോറിറ്റിക്ക് കൈമാറണമെന്നാണ് ഉത്തരവ്. ജില്ലയുടെ പല ഭാഗത്തും ഇത്തരത്തിൽ അനധികൃത വാഹന പാർക്കിംഗ് ഉള്ളതിനാൽ ജോലികൾ മന്ദഗതിയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് NHAI കർശന നടപടിയെടുക്കുന്നത്. ന്യൂസ് 18 തിരൂർ. നിർത്തലാക്കിയ KSRTC സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യവുമായി പത്തനംതിട്ട തണ്ണിത്തോട് നിവാസികൾ. സ്വകാര്യ ബസ് ലോബികളുടെ ഇടപെടലാണ് ഈ സർവീസ് നിർത്താൻ കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. തണ്ണിത്തോടുകാർക്ക് ഒരു കാലത്ത് KSRTC ബസ്സുകൾ മാത്രമായിരുന്നു ആശ്രയം. പിന്നീട് പല കാരണങ്ങൾ പറഞ്ഞ് സർവീസുകൾ ഓരോന്നായി നിർത്തലാക്കി. സ്വകാര്യ ബസ് ലോബികളെ സഹായിക്കാനായിരുന്നു ഈ നീക്കമെന്നാണ് നാട്ടുകാർ സംശയിക്കുന്നത്. വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശമായതിനാൽ തണ്ണിത്തോടുകാർ KSRTC സർവീസാണ് ആഗ്രഹിക്കുന്നതും. അതിനാൽ 5 വർഷം മുൻപ് നിർത്തലാക്കിയ സർവീസ് പുനരാരംഭിക്കണമെന്നാണ് ആവശ്യം. ബസ്സില്ലെന്നുള്ളത് ഒരു പെട്ടെന്നുണ്ടായ ഒരു അവസ്ഥയാണ്. ഇത് ഞാൻ NDAയുടെ ഒരു എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് ബസ്സില്ലെന്ന് അറിയത്തില്ല. രാവിലെ 4 മണിയുടെ ഗുരുവായൂർ ഫാസ്റ്റിന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടെ വന്ന് ഇവിടെ ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോഴാണ് അറിയുന്നത് KSRTC ബസ് ഇല്ലെന്ന്. പിന്നെ അതുകൊണ്ട് എനിക്ക് ആ എക്സാമിന് എഴുതാൻ പറ്റാതായി. അതായത് ഇവിടുന്ന് ആ സമയത്ത് പോകാന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. ഈ ആനയൊക്കെ ഇറങ്ങുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ അത് വലിയൊരു ടാസ്ക്കാണ്. അതുകൊണ്ട് എനിക്ക് ആ എക്സാം എഴുതാൻ പറ്റിയില്ല. രാത്രിയും പകലും കാട്ടാനകൾ വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തിട്ടുള്ളതിനാൽ ഈ വഴി ചെറുവാഹനങ്ങളിലെ യാത്ര അപകടകരമാണ്. പ്രശ്നം CPM ജില്ലാ നേതൃത്വം ഇടപെട്ട് ഗതാഗത മന്ത്രിയെ അറിയിച്ചിട്ടും നടപടിയായില്ല.
രാവിലെ 4:30-ക്ക് തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിലേക്ക്, എറണാകുളം പോലുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകൾക്ക് പോകാൻ വേണ്ടി ഒരു ബസ്സുണ്ടായിരുന്നു. 2018 കോവിഡിന് ശേഷവും ഈ വാഹനങ്ങൾ പിന്നീട് ഇവിടെ വന്നിട്ടില്ല. ഏതാണ്ട് 5 വർഷക്കാലയളവായി KSRTC ബസ് ഇവിടെ വന്നിട്ട്. അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ച് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇപ്പോൾ പല സന്ദർഭങ്ങളിലും KSRTC ബസ് വരണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരുപാട് സമരങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയ സംഘടനകൾ നടത്തി. പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും KSRTC ബസ് വിടുന്നതിനോട് താല്പര്യം കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഗവൺമെൻറ്റിന് KSRTC ബസ് വിടാനുള്ള നല്ല താല്പര്യമുണ്ട്. ഗവൺമെൻറ് പല സന്ദർഭങ്ങളിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകളുടെ താല്പര്യമില്ലായ്മയാണ് KSRTC ബസ് യഥാർത്ഥത്തിൽ തണ്ണിത്തോട്ടിലേക്ക് വരാത്തത്. KSRTC ബസ് സർവീസിനായി പ്രതിഷേധമുയർത്താനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് 18 പത്തനംതിട്ട. കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾ സമാപിച്ചു. ജന്മനാടായ ആറന്മുളയിൽ നടന്ന സുഗതോത്സവത്തിന്റെ സമാപന സഭ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. പൊതുനന്മയ്ക്കായി കവിതകളിലൂടെ സമൂഹത്തെ ഒന്നിപ്പിച്ച കവയിത്രിയാണ് സുഗതകുമാരിയെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ ബോസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. Pay my deepest respect to Sugata Kumari ji, a dedicated environmentalist and a human rights advocate and someone who lived selflessly for others. Though she is no longer with us, her work continues to inspire us. കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കാർഷിക മേളയുടെ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. വിദ്യാർത്ഥികളുടെ വീടുകളിൽ വിളവെടുത്ത കിഴങ്ങ് വർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, വിവിധതരം ചെടികൾ എന്നിവയുടെ വിപണനവും പ്രദർശനവും നടന്നു. പ്രധാനാധ്യാപിക ബിന്ദു വർഗീസ് മേള ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി അടിമാലി 200 ഏക്കറിൽ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. നന്മ കൃഷിക്കൂട്ടമാണ് കൃഷി ഇറക്കിയത്. കൊയ്ത്തുത്സവം അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ ഉദ്ഘാടനം ചെയ്തു. ആഘോഷമായാണ് കൊയ്ത്തുത്സവം നടന്നത്. അടിമാലിയിലെ 13-14 വാർഡുകളിലാണ് കൃഷി. 5 ഹെക്ടറിലാണ് നെൽകൃഷി ചെയ്തത്. നന്മ കൃഷിക്കൂട്ടത്തിലെ അംഗങ്ങൾ നേതൃത്വം നൽകി. പൊന്മണി H4 ഇനങ്ങളിൽപ്പെട്ട വിത്തിനങ്ങളാണ് ഉപയോഗിച്ചത്. മെച്ചപ്പെട്ട വിളവ് ലഭിച്ചതോടെ കർഷകർക്കും സന്തോഷമായി. അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. വിളവെടുത്ത നെല്ല് നാട്ടിൽ തന്നെ വിറ്റഴിക്കാനാണ് കർഷകരുടെ തീരുമാനം. ന്യൂസ് 18 അടിമാലി. ഇടുക്കിയിൽ വിയറ്റ്നാം വരാൽ കൃഷി പരിചയപ്പെടുത്തുകയാണ് കർഷകർ. രാജകുമാരി പാടശേഖരത്താണ് ഇവർ പരീക്ഷണാടിസ്ഥാനത്തിൽ മീൻ കൃഷി നടത്തുന്നത്. തണുപ്പുള്ള കാലാവസ്ഥയിൽ അതിവേഗം വളരുന്നവയാണ് വിയറ്റ്നാം വരാലുകൾ. ഹൈറേഞ്ചിൽ ആദ്യമായാണ് ഇത്ര വ്യാപകമായ കൃഷി. 6 മാസം കൊണ്ട് ഒരു വരാൽ കുഞ്ഞ് 1 കിലോ വരെ തൂക്കം വയ്ക്കും. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശികളായ ജാഫർ കിഴക്കേതിൽ, സുനിൽദാസ് എന്നിവരാണ് രാജകുമാരിയിൽ സ്ഥലം പാട്ടത്തിനെടുത്ത് വരാൽ കൃഷി ചെയ്യുന്നത്. ഇത് നല്ല രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 മാസം കൊണ്ട് നമുക്കിത് വിളവെടുക്കാം. 1 സെന്റില് 300 എണ്ണം വെച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം 6 മാസം കൊണ്ട് ഒരു 60-70% 1 കിലോ വരും. പിന്നെ 600-800 ആ ലെവലിൽ വരും. ഹൈദരാബാദിൽ നിന്നാണ് മീൻ കുഞ്ഞുങ്ങളെ എത്തിച്ചത്. 6 കുളങ്ങളിലായി 12,000 കുഞ്ഞുങ്ങളുണ്ട്. കടുത്ത തണുപ്പിനെ അതിജീവിക്കുന്ന ഇവയ്ക്ക് പ്രതിരോധശേഷിയും കൂടുതലുണ്ടെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് 18 ഇടുക്കി. ഒരുപാട് വാർത്തകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഈ ദിവസത്തെ സജീവമാക്കാൻ പോകുന്ന ഒരുപാട് വാർത്തകളുണ്ട്. ആ വാർത്തകളിലേക്ക് പോകും മുമ്പ് നമുക്ക് നല്ല വാക്ക് കേൾക്കാം.